ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ഡോള് വിഷമിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പം അതുവഴി ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡോളിൻ്റെ അടുത്തേക്ക് അവൾ മെല്ലെ മെല്ലെ പതുങ്ങി പതുങ്ങി വരുന്നു. അവളെ പോയി പിടിച്ചപ്പോൾ, എന്താണ് നീ കരയുന്നത്, നീ ഓക്കെ അല്ലേ ചോദിച്ചപ്പോൾ ആ പ്രേതം തിരിഞ്ഞു, എന്നിട്ട് ചിരിച്ചു. അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി. അതിന് പുറകെ ഡോളും വന്നു സ്ലോമോയിൽ. അവൾ അവിടെ വീണു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോൾ തൻ്റെ അരികിലേക്ക് വന്നു എന്ന് മനസ്സിലായി അവൾ വേഗം തന്നെ നീച്ചോടി. ഡോളിങ്ങനെ വരുന്നു. അവൾ വാതിൽ തുറന്ന് വാതിലിൻ്റെ പിറകെ നിന്നു. അവൾ നെഞ്ചൊന്ന് ശ്വാസം വിട്ടപ്പോൾ അവൾ അവിടെ ഇരുന്നു. പിന്നീട് നോക്കുമ്പോൾ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോൾ അവിടെ ഇരിക്കുന്നു. ഇത് കണ്ട് അവൾ വായ പൊത്തി. ഡോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പിന്നീട് ആ ഡോൾ അവളെ നോക്കി ഓടി വന്നു. അവൾ ചീറി. ശരിക്കും പറഞ്ഞാൽ ഇവളൊരു സ്വപ്നം കാണുകയായിരുന്നു ഗൈസ്. അങ്ങനെ അവളൊരു വേഗം ഒരു പിടക്കം പൊട്ടി. അവൾ പേടിച്ചു. നോക്കുമ്പോൾ എന്താണ്, ഇന്ന് അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അങ്ങനെ അവരെല്ലാവരും അവളെ വിഷ് ചെയ്തു. അങ്ങനെ അവൾ പെട്ടെന്ന് എന്താണിത് പറഞ്ഞ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് പറഞ്ഞ് കലണ്ടറിലേക്ക് അവൾ നോക്കുമ്പോൾ ഇന്ന് അവളുടെ ഡേ ആയിരുന്നു. അങ്ങനെ അവൾ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം അവൾ സന്തോഷിച്ചു കൊണ്ടെത്തി. പിന്നീട് ബർത്ത്ഡേക്ക് അവൻ്റെ കൂട്ടുകാരൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് ബാക്കി കൂട്ടുകാരും 2 ഗിഫ്റ്റ് കൊടുത്തു. ഇന്നാ നീ ഗിഫ്റ്റ് എടുത്തോ പറഞ്ഞു. അങ്ങനെ അവൾ ആ ഗിഫ്റ്റ് എടുത്തു. അവൾ സന്തോഷിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, അതൊന്ന് തുറന്ന് നോക്ക്. അവൾ ഞാൻ ഇപ്പോൾ തുറക്കാമെന്ന് പറഞ്ഞ് തുറന്നപ്പോൾ ഒരു 8 പുറത്ത് വന്നു. പെട്ടെന്ന് പേടിച്ചു. അതവൾ വലിച്ചെറിഞ്ഞ് ചെക്കൻ്റെ കയ്യിലെത്തി. അവനാണെങ്കിൽ ചീറി പൊളിച്ചുകൊണ്ട് അവളങ്ങനെ ചിരിച്ചു കൊടുത്തു. അപ്പോൾ അവൻ എന്തോ ഇത് പറഞ്ഞ് അവളുടെ അമ്മ അവളെ പേടിപ്പിച്ചു. എന്നിട്ട് ഒരു ഗിഫ്റ്റ് നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണ്? വലിയൊരു പെട്ടിയിലുള്ള ഗിഫ്റ്റ്. അത് പിന്നെ തുറക്കാനായി പറഞ്ഞു. അങ്ങനെ അവളത് തുറക്കാൻ നോക്കി. അങ്ങനെ തുറന്നപ്പോൾ ഒരു വലിയ ഡോൾ. അതവൾ സ്വപ്നത്തിൽ കണ്ട അതേ പ്രേതമായ ഡോൾ. അവൾക്കത് ആകെ ഒരു പേടി പോലെ. പിന്നെ അവൾ പറഞ്ഞു, ഹായേ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞിട്ട് അവൾ താങ്ക് യു മാമി എന്ന് പറഞ്ഞിട്ട് അവൾ ഡോളിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ നമുക്ക് പാർട്ടി ആഘോഷിക്കാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവർ കേക്ക് മുറിക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ അവൾ തൻ്റെ വിഷ് ചെയ്ത് അത് ഊതി. അങ്ങനെ എല്ലാവരും കൈകൊട്ടി ഒരു പടക്കം പൊട്ടിച്ചു. അങ്ങനെ അവർ സന്തോഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതൊരു പ്രേത ഡോളാണെന്ന്. അങ്ങനെ അവരത് സന്തോഷിച്ചു കൊണ്ടുതന്നെയിരുന്നു. പിന്നെ കളിയായി, തല്ലായി, എറിയായി, കുത്തായി, എല്ലാമായി. പിന്നെ അവരൊക്കെ കണ്ട് അമ്മ അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കേക്ക് എടുത്ത് അവൻ്റെ മുഖത്ത് തേച്ചു. അവന് സന്തോഷം കൊണ്ട് അവളുടെ മുഖത്തും കൂട്ടുകാരുടെ മുഖത്തൊക്കെ തേക്കാൻ വേണ്ടി ഓടി. അങ്ങനെ അവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് ഡോളിൻ്റെ മേത്തേക്ക് പലതും വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോൾ അനങ്ങിയില്ല. അങ്ങനെ അവർ സന്തോഷിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ആ ഡോളിനും ചെറിയ ഏർക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ആയി. അങ്ങനെ ആ പെണ്ണ് രാവിലെ എണീച്ച സമയത്ത് ഡോളിനോടൊപ്പം കളിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് അവളൊന്ന് കളിച്ചു. അങ്ങനെ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ അവൾക്ക് അറിയില്ല അതൊരു പ്രേത ഡോളാണ്. പിന്നെ അവൾ തൻ്റെ കളിക്കുന്ന ഐറ്റംസൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അവൾക്കൊരു ഡ്രസ്സും ഇട്ട് കൊടുത്തു. അതിനുശേഷം അവൾ ഇളക്കുകയും
അതൊന്നും കാട്ടുകയും ചെയ്തു. എന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്ക്. അവളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്തു. പിന്നെ അവളുടെ അമ്മ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഈ ഡ്രസ്സും ഇട്ട് നോക്ക്. അപ്പോൾ അവൾ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. എന്നിട്ട് ആ ഡ്രസ്സ് കൊടുത്തു. ഇത് എനിക്ക് നല്ല മാച്ച് ഉണ്ടല്ലോ, അവൾക്ക് സന്തോഷമായി. താങ്ക് യു അമ്മ എന്ന് പറഞ്ഞു. പക്ഷേ പ്രേതത്തിൻ്റെ കണ്ണിൽ നിന്ന് ചോര വന്നു. അങ്ങനെ രാവിലെയായി. അവരെല്ലാവരും കളിക്കുകയും ചിരിക്കുകയും ചെയ്യുകയായിരുന്നു. അവർ ചിത്രം വരയ്ക്കുകയും ഇതും ചെയ്യുകയായിരുന്നു. സന്തോഷത്തിലായിരുന്നു അവർ. പിന്നീട് അവൾ പെയിൻ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അവൻ നീക്കി. പിന്നെ അവൻ ചിരിച്ചുകൊണ്ട് കളർ ചെയ്തു. ഇതുകൊണ്ട് അവൾക്ക് വളരെ ദേഷ്യം വന്നു. എന്നിട്ട് അവനെപ്പോഴും ചിരിച്ചിട്ടായിരിക്കും. അവളൊരു പേപ്പർ എടുത്തിട്ട് അവൻ്റെ തലമണ്ടയിലേക്ക് എറിഞ്ഞു. അവൻ ദേഷ്യം വന്നിട്ട് അവനും പെയിൻ്റ് എടുത്ത ആളെ മോന്തയിൽ തേച്ചു. അവൾക്കത് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ ഇതൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി അവൻ പറഞ്ഞു, ലെറ്റ്സ് ഫർഗെറ്റ്, നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് പേപ്പർ എടുത്ത് എറിയുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൻ നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ പ്രേതത്തിന് ഇതൊന്നും ഇഷ്ടമായില്ല. പ്രേതത്തിൻ്റെ മേത്ത് ഒരിത് കൊണ്ടപ്പോൾ ലൈറ്റ് ഓഫായി. അങ്ങനെ എല്ലാവരും ഭയന്നു, ചുറ്റിനും നോക്കി. അങ്ങനെ അവരുടെ മുഖത്ത് ഓരോരുത്തരും വന്ന് പെയിൻറ് തേച്ചു. അങ്ങനെ അവർക്കതാകെ എന്തോ പോലെ തോന്നി. അപ്പോഴാണ് മൈ ഡ്രോയിങ്, എൻ്റെ ചിത്രത്തിൽ ആരോ കളർ വരച്ച് വെച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ അവളുടെ പ്ലേറ്റിൽ മാത്രമൊന്നുമില്ല. അത് കണ്ടപ്പോൾ ഇവളാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനല്ല, നീ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നേ, നമുക്ക് പോകാം. അപ്പോഴാണ് ഡോളിൻ്റെ കയ്യിൽ കണ്ടത്. ഇനി പാർട്ട് 2.